അതായത് സ്റ്റാൻഡല്ലേ, ആ സ്റ്റാൻഡിൽ വന്ന് ഇടിച്ചിട്ട് വീണ്ടും വണ്ടി പുറകോട്ട് എടുത്തിട്ട് വീണ്ടും വന്ന് സ്പീഡിൽ തെറിച്ചതുപോലെ വന്ന് ഇടിച്ചങ്ങ്. കാട്ടാക്കട KSRTC ഡിപ്പോയിൽ നടന്ന ബസ് അപകടത്തിൽ യാത്രക്കാർക്ക് പരിക്ക്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കടയിലെത്തി തുടർന്ന് മായത്തേക്ക് സർവീസ് നടത്താനിരുന്ന KSRTC ബസ്സാണ് നിയന്ത്രണം വിട്ട യാത്രക്കാർ കാത്തിരുന്ന ഭാഗത്തേക്ക് ഇടിച്ചു കയറിയത്. ഡിപ്പോയിലെ സിമന്റ് ബാരിക്കേഡിൽ ബസ് ഇടിച്ചതിനാലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് പൂർണ്ണമായും ഇടിച്ചു കയറുന്നത് ഒഴിവായത്. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻവശത്തെ ചില്ലുകൾ തകർന്നു. ഇതോടെ ചില്ലിന്റെ കഷ്ണങ്ങൾ കാത്തിരിപ്പ് കേന്ദ്രത്തിലുണ്ടായിരുന്ന യാത്രക്കാരുടെ ദേഹത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. അതായത് സ്റ്റാൻഡല്ലേ, ആ സ്റ്റാൻഡിൽ വന്ന് ഇടിച്ചിട്ട് വീണ്ടും വണ്ടി പുറകോട്ട് എടുത്തിട്ട് വീണ്ടും വന്ന് സ്പീഡിൽ വന്ന് തെറിച്ചതുപോലെ വന്ന് ഇടിച്ചങ്ങനെ. ചില്ലല്ല, നമ്മളെല്ലാം മായ ബസ്സിന് പോവാതിരിക്കണതാണ്. മായ ബസ്സിന് ഓടിപ്പോയപ്പോൾ ഈ ചില്ല് തെറിക്കണതെല്ലാം ആൻറ്റിയുടെ കയ്യിലിടിച്ച് കാലിൽ കുപ്പിച്ചിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആ സൈഡിൽ കൂടെ പോയി. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് നോക്കുന്നത്. ഞാൻ അവിടെ ജസ്റ്റ് നിന്നതാണ്, വണ്ടി ബസ് വരുമെന്ന് പറഞ്ഞു. ഞാൻ അമ്മയുടെ നിന്ന് പറഞ്ഞിട്ട് വെള്ളം മേടിക്കാൻ പോയപ്പോഴാണ് ഈ സംഭവം നടന്നത്. 9:15. അപകടത്തിനിടെ ബസ് സമീപത്തെ തൂണിലും ഇടിച്ചതോടെ അവിടെ സ്ഥാപിച്ചിരുന്ന ബോർഡ് ഇളകി യാത്രക്കാരുടെ ദേഹത്തേക്ക് പതിച്ചു. ഇതിൽ ഒരാൾക്ക് കൈക്ക് സാരമായി പരിക്കേറ്റു. മറ്റു ചിലർക്കും നിസ്സാര പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കടയിലെത്തി തുടർന്ന് മായം ബോർഡ് വെച്ച് സർവീസ് നടത്താനിരുന്ന ബസ്സായിരുന്നു അപകടത്തിൽപ്പെട്ടത്. ബസിന്റെ ബ്രേക്ക് തകരാറാണ് അപകടത്തിന് കാരണമായത് എന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തെ തുടർന്ന് ഡിപ്പോയിൽ പരിഭ്രാന്തി പടർന്നെങ്കിലും വലിയ ദുരന്തം ഒഴിവായത് സിമന്റ് ബാരിക്കേഡിൽ ബസ് തട്ടി നിന്നതുകൊണ്ടാണെന്നാണ് വിലയിരുത്തൽ. അപകടത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. വിസ്മയ ന്യൂസ്, കാട്ടാക്കട.